ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എല്ലാം തരണം ചെയ്ത് നമ്മളെ വീട്ടുമുറ്റത്ത് വീണ്ടും വന്നിട്ടുണ്ടെങ്കിൽ ഈ തിരിച്ചുവരവ് ഭഗവാന്റെ കടാക്ഷം ഒന്നുകൊണ്ട് മാത്രം. നമ്മൾ എല്ലാവരും കൂടി പഴയ ഐശ്വര്യത്തോടു കൂടി ജീവിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. ഒരമ്മയുടെ അടക്കാനാവാത്ത ആഗ്രഹം കൊണ്ട് ചോദിക്കുക, എന്റെ മോൻ ജീവിച്ചിരിപ്പുണ്ടോ? ഞാൻ എന്താണോ മുമ്പ് പറഞ്ഞത് അത് തന്നെ ആവർത്തിക്കാൻ എനിക്കിപ്പോ സാധിക്കൂ. സുബേദയുടെ ചോദ്യങ്ങൾക്കായുള്ള ഉത്തരം എന്റെ കയ്യിലില്ല. എനിക്കറിയില്ല നിങ്ങളുടെ മോനെ. അവൻ ഇവിടെ വന്നിട്ടുമില്ല, ഇവിടെ വെച്ച് അവനൊന്നും സംഭവിച്ചിട്ടുമില്ല. മതി, എനിക്ക് ഈ ഒരു ഒറ്റ ഉറപ്പ് മാത്രം മതി. ഇനി ഞാൻ കാത്തിരുന്നോളാം, അത്താഴം ഒരുക്കിക്കോളാം. കാരണം ഇത് മക്കളെ സ്നേഹിക്കുന്ന ഒരു അമ്മയുടെ വാക്ക്. വാത്സല്യവും സ്നേഹവും ശകാരവും ഒക്കെ ഉള്ള ഒരു അമ്മയുടെ വാക്ക്. മതി, എനിക്കിതറിഞ്ഞാൽ മാത്രം മതി. എന്തിനാ എന്റെ ദൈവമേ എന്നെ ഇങ്ങനെ നീറി നീറി ഇഞ്ചിഞ്ചായി കൊല്ലുന്നത്? എനിക്കിതൊന്നും താങ്ങാനുള്ള കെൽപ്പില്ല, ഉൾക്കൊള്ളാനുള്ള മനസ്സുമില്ല. വന്നു പോയത് ഒരമ്മയാണ്. മകന്റെ ജീവൻ ഈ ഭൂമിയിൽ എവിടെയെങ്കിലും ഉണ്ടോന്ന് അറിയാനുള്ള ഒരമ്മയുടെ അവസാന ശ്രമം. ഈശ്വര, ഈ പാപമൊക്കെ ഞാൻ എവിടെ കൊണ്ട് ചെന്നാ വീട്ടേണ്ടത്? ആ കണ്ണീരിനും മുന്നിൽ ദഹിച്ചു പോയില്ലെന്നേ ഉള്ളൂ. മാപ്പാക്കണേ, പറഞ്ഞതിനും പ്രവർത്തിച്ചതിനും ഒക്കെ മാപ്പാക്കണേ. എത്രയായി? 50 രൂപ. സത്യമേ, പറഞ്ഞ ആൾക്കാരൊക്കെ റെഡി.
രോഹിത്തെ ഇത് കുടിക്കേ. നീ ആ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കുടഞ്ഞു വിരിച്ചു നോക്കി. മൊത്തത്തിലേ ഇവിടെയെല്ലാം ഒന്ന് ക്ലീൻ ആക്കണം. വീട് നല്ല പുത്തൻ വീട് പോലെ തോന്നിക്കണം. അത് നമുക്ക് തോന്നിക്കാം. രോഹിത്തെ ദേ ദേ നോക്കിയേ. സത്യമ്മ. മാത്രല്ല ദേ അവിടെ കിടക്കുന്ന ചവറെല്ലാം കൂടെ വാരിക്കൂട്ടി മൂലക്കിട്ട് കത്തിക്കണം. ആ കത്തിക്കാം. സത്യമ്മ, എന്ത് കാഴ്ച കണ്ട് നിക്ക. ജോലിയൊക്കെ തുടങ്ങിക്കോ. സത്യമേ, നിങ്ങളും കൂടെ അറിയണം, വലിയൊരു പൂജ തന്നെ നാളെ നടക്കാൻ പോകുന്നത്. നമ്മുടെ ഈ വീടിന്റെ ഐശ്വര്യം നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. എല്ലാവർക്കും കൂടെ പഴയതുപോലെ നമുക്കിവിടെ ഒന്നിച്ച് താമസിക്കണം. ജീവിച്ച് കാണിച്ചു കൊടുക്കണം നമുക്കിവിടെ. സന്തോഷമായി സത്യമ്മേ. ഒടുവില് ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയല്ലോ. നിങ്ങളെല്ലാരും കൂടെ എത്തിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഈ വീട് വിട്ടു പോയതിനു ശേഷം നമ്മൾ എന്തെല്ലാം അനുഭവിച്ചു. ശത്രുക്കൾ ഏതെല്ലാം രീതിയിലാ ദ്രോഹിച്ചത്. എല്ലാം തരണം ചെയ്ത് നമ്മൾ ഈ വീട്ടുമുറ്റത്ത് വീണ്ടും വന്നിട്ടുണ്ടെങ്കിൽ ഈ തിരിച്ചുവരവ് ഭഗവാന്റെ കടാക്ഷം ഒന്നുകൊണ്ട് മാത്രം. നമ്മൾ എല്ലാവരും കൂടി പഴയ ഐശ്വര്യത്തോടു കൂടി ജീവിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. പാർവതിയെയും ലക്ഷ്മിയെയും സരസ്വതി ദേവിയെയും ഒന്നിച്ച് പ്രസാദിപ്പിക്കുന്ന ഒരു വലിയ പൂജ നാളെ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ദേ എല്ലാത്തിനും നിങ്ങൾ രണ്ടുപേരും മുന്നിൽ നിന്ന് എല്ലാ കാര്യവും ഒരുക്കണം. പിള്ളയെയും കമലിനെയും പൊന്നിയെയും കൂട്ടിന് കിട്ടുമെങ്കിലും രോഹിത്തിന്റെ ഒരു കണ്ണ് എല്ലായിടത്തും ഉണ്ടാവണം. ശ്യാമേ, നമ്മുടെ വിളക്കുകളൊക്കെ തേച്ച് മിനുക്കി എടുക്കണം. ഒന്നിനും ഒരു കുറവും ഉണ്ടാവരുത്. പൂജാ സാധനങ്ങളുടെ ലിസ്റ്റിൽ നോക്കി വാങ്ങിക്കാൻ പറ്റുന്നതൊക്കെ വാങ്ങണം. എന്തും ചെയ്യാൻ ഈ ഒരു രാത്രിയെ നമ്മുടെ മുന്നിലുള്ളൂ. നാളെ രാവിലെയാ ഇതെല്ലാം ഇവിടെ നടക്കുന്നത്. സത്യമേ, അതൊക്കെ ഞങ്ങൾ ചെയ്തോളാം. വിളക്കുക ഇവിടെ തന്നെയുണ്ട്. ഒന്ന് കഴുകി തുടച്ചെടുക്കണമെന്നേ ഉള്ളൂ. സത്യമേ, അതെ, ഇവിടെ കൂട്ടിരിക്കുന്ന ചവറുകളൊക്കെ ഇവിടെ ഇട്ട് കത്തിക്കണോ അതോ മാറ്റിയിട്ട് കത്തിക്കണോ? സത്യമേ, നീ കണ്ടില്ലേ ശ്യാമേ, സത്യമ്മ പഴയ സത്യമ്മയിലേക്ക് തിരിച്ചെത്തിയിരിക്കുക. സത്യമ്മയുടെ വരവോടെ പഴയ ഐശ്വര്യമാണ് ഈ വീട്ടുമുറ്റത്തേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത്. നമ്മൾ ആ പഴയ പ്രതാപത്തിലേക്കും ഐശ്വര്യത്തിലേക്കും തിരിച്ചു പോവും. അത് ഉറപ്പാ. അത് രോഹിത് പറഞ്ഞത് വളരെ ശരിയാ. സത്യമ്മ വീട്ടിൽ കാലുകുത്തിയപ്പോ തന്നെ ഉറങ്ങിക്കിടന്ന ഈ വീട് ഉണർന്ന പോലെ തോന്നില്ലേ? ഒരു പുതു വെളിച്ചം വന്ന പോലെ. ഞാനിപ്പോ കാണുന്നത് പഴയ സത്യമ്മ തന്നെയാ. ഈ വീട് ഭരിച്ചിരുന്ന സത്യമ്മേ.